മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾക്കും ഹാസ്യ കഥാപാത്രങ്ങൾക്കും തനതായ ഭാവുകത്വം നൽകിയ അതുല്യ നടൻ രാജൻ പി ദേവ് വിട പറഞ്ഞിട്ട് 17 വർഷം തികയുന്നു. 2009 ജൂലൈ 29-നാണ് നടൻ രാജൻ പി ദേവ് ഓർമ്മയായത്. മലയാളം മതി. രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കൊടുക്കേണ്ട കൊച്ചനെ എന്നെ നിനക്ക് മനസ്സിലായി കാണത്തില്ല. നിനക്കെന്നല്ല ആർക്കും എന്നെ വേഷത്തിൽ കണ്ട മനസ്സിലാവത്തില്ല. ഇതൊരു തമാശയല്ലേ? ഞാനാ കാർലോസ്. മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾക്കും ഹാസ്യ കഥാപാത്രങ്ങൾക്കും തനതായ ഭാവുകത്വം നൽകിയ അതുല്യ നടൻ രാജൻ പി ദേവ് വിട പറഞ്ഞിട്ട് 17 വർഷം തികയുന്നു. 2009 ജൂലൈ 29-നാണ് രാജൻ പി ദേവ് ഓർമ്മയായത്. നാടകവേദിയിലൂടെ അഭിനയ രംഗത്തെത്തിയ രാജൻ പി ദേവ് കാട്ടുകുതിര എന്ന വിഖ്യാത നാടകത്തിലെ കൊച്ചുവാവ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. തുടർന്ന് സിനിമയിലെത്തിയ അദ്ദേഹം വില്ലൻ വേഷങ്ങളിലൂടെയും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി. ഇന്ദ്രജാലം എന്ന ചിത്രത്തിലെ കാർലോസ്, സ്ഫടികം സിനിമയിലെ മണിയൻപിള്ള, തൊമ്മനും മക്കളും ചിത്രത്തിലെ സാപ്പള്ള, തച്ചിലെടുത്ത ചുണ്ടലിലെ ഉതുപ്പാൻ, അനിയത്തിപ്രാവിലെ അച്ഛൻ, ചന്തയിലെ നരസിംഹറാവു തുടങ്ങി 400-ലധികം ചിത്രങ്ങളിലായി അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുന്നവയാണ്. സ്ഫടികത്തിലെ ഈരപ്പ എന്ന ആ വിളിയും അലർച്ചയും സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലും അദ്ദേഹം തൻ്റെ അഭിനയ മുദ്ര അടയാളപ്പെടുത്തി. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, മണിസ്വാമി തുടങ്ങിയ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഗാംഭീര്യമുള്ള ശബ്ദവും തനതായ സംഭാഷണ ശൈലിയും കൊണ്ട് വെള്ളിത്തിരയിൽ പകരക്കാരനില്ലാത്ത സാന്നിധ്യമായി മാറി. 1951 മെയ് 20-ന് ചേർത്തലയിലാണ് ജനനം. പ്രശസ്ത നാടക നടനായിരുന്ന എസ്.ജെ. ദേവിൻ്റെയും കുട്ടിയമ്മയുടെയും മകൻ. ചേർത്തലയിലെ നാടക സമിതികളിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം. എൻ പിള്ളയുടെ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ രാജൻ പി ദേവ് പിന്നീട് എസ്.എൽ. പുരം ഡ്രാമ വിഷൻ നിർമ്മിച്ച കാട്ടുകുതിര എന്ന വിഖ്യാത നാടകത്തിലെ കൊച്ചുവാവ എന്ന കഥാപാത്രത്തിലൂടെ നാടകവേദിയെ ഇളക്കിമറിച്ചു. ഈ കഥാപാത്രമാണ് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. നാടകത്തോടുള്ള അടങ്ങാത്ത ആവേശം മൂലം അദ്ദേഹം സ്വന്തമായി ഒരു നാടക സമിതി രൂപീകരിച്ചു, ജൂബിലി തിയേറ്റേഴ്സ് ചേർത്തല. ഈ സമിതിയിലൂടെ നിരവധി നാടകങ്ങൾ നിർമ്മിച്ച് സംവിധാനം ചെയ്തു, അതിൽ അഭിനയിക്കുകയും ചെയ്തു. സിനിമ തിരക്കുകൾക്കിടയിലും തൻ്റെ നാടക സമിതിയെയും ചേർത്തലയിലെ കലാപ്രവർത്തനങ്ങളെയും അദ്ദേഹം ചേർത്തുപിടിച്ചു. സിനിമയിൽ തിരക്കുള്ള നടനായി മാറിയപ്പോഴും ചേർത്തലയുമായുള്ള ബന്ധം അദ്ദേഹം മുറിച്ചില്ല. നാട്ടുകാർക്കെന്നും അദ്ദേഹം പ്രിയപ്പെട്ട രാജേട്ടൻ. ആലപ്പുഴയുടെയും ചേർത്തലയുടെയും കലാപാരമ്പര്യത്തെ മലയാള സിനിമയിലും നാടകവേദിയിലും അടയാളപ്പെടുത്തിയ പ്രഗത്ഭരായ കലാകാരന്മാരിൽ പ്രമുഖനാണ് രാജൻ പി ദേവ്. മലയാള സിനിമയുടെ കാർലോസിൻ്റെ, ചേർത്തലക്കാരുടെ രാജേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.